ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകൾ, അവയുടെ പ്രധാന ഉപയോഗങ്ങളും അർത്ഥങ്ങളുമാണ്. ഈ ക്ലാസ്സിൽ നാം കാണുന്നത് അണ്ടർ എന്ന വാക്കിന്റെ പ്രധാന അർത്ഥങ്ങളും ഉപയോഗങ്ങളുമാണ്. അണ്ടർ, UNDER, അണ്ടർ. ഇതിന്റെ അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ, കീഴെ, അടിയിൽ, ഈ രീതിയിലൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ഏതാണ്ട് എല്ലാം ഒരേപോലെ തന്നെയാണ്, അല്ലേ? നമ്മുടെ ഭാഷയിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. മിക്കവർക്കും തന്നെ ഇത് നന്നായിട്ട് അറിയാമായിരിക്കും. എങ്കിലും നമുക്കൊന്ന് കാണാം. ആദ്യത്തെ വാചകം, ദ ഡോഗ് ഈസ് അണ്ടർ ദ ടേബിൾ. ദ ഡോഗ് ഈസ് അണ്ടർ ദ ടേബിൾ. നായ മേശയുടെ താഴെയാണ്. നായ മേശയുടെ താഴെയാണ്. ഇവിടെ സ്ഥലം ആണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള വാക്കുകൾ ചിലത് സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്, ചിലത് സമയവുമായിട്ട് ബന്ധപ്പെടുത്തി ആ രീതിയിലാണ് കണ്ടിട്ടുള്ളത്. മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകൾ ഉണ്ട്. ഈ വാക്ക് അണ്ടർ എന്നുള്ള വാക്ക് ഇവിടെ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഉപയോഗിക്കുന്നത്. നായ എവിടെയാണ്? ദ ഡോഗ് ഈസ് അണ്ടർ ദ ടേബിൾ. നായ മേശയുടെ താഴെയാണ്, അല്ലെങ്കിൽ മേശയുടെ കീഴിലാണ്, അല്ലെങ്കിൽ മേശയുടെ അടിയിലാണ്, അല്ലെങ്കിൽ മേശയ്ക്ക് താഴെയാണ്. പല രീതിയിൽ മലയാളത്തിൽ നമ്മൾ പറയും. ഇതെല്ലാം ഇംഗ്ലീഷിൽ അണ്ടർ എന്ന വാക്ക് ഉപയോഗിച്ചാണ് പറയുന്നത്. ഓക്കെ. The dog is under the table. The cat is under the table. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ വാചകം തന്നെ മറ്റ് സബ്ജക്ട്സ് ഒക്കെ വയ്ക്കാം, പ്ലൂറൽ വയ്ക്കാം. The dogs are under the table. നായ്ക്കൾ മേശയ്ക്ക് താഴെയാണ്. The dogs are. നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. ആ രീതിയിലൊക്കെ ഉപയോഗിക്കാം. The book is under the table. The cat is under the table. ആ രീതിയിൽ പറയാം. പാസ്റ്റ് പറയാം. The dog was under the table. നായ മേശയുടെ അടിയിലായിരുന്നു. ഇങ്ങനെ സബ്ജക്റ്റ് മാറ്റി ടെൻസ് മാറ്റിയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെയുള്ള മറ്റൊരു വാചകമാണ് രണ്ടാമത്തേത്. We sat under a tree. We sat under a tree. ഞങ്ങൾ ഇരുന്നു. എവിടെ? സ്ഥലം, പ്ലേസ് ആയിട്ട് ബന്ധപ്പെടുത്തി, അല്ലേ? Under a tree, ഒരു മരത്തിനടിയിൽ, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ താഴെ. മരത്തിന്റെ താഴെ നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയൂ. മരം താഴെ എന്ന് പറയില്ല. മരത്തിന്റെ താഴെ, അല്ലെങ്കിൽ മരത്തിന്റെ അടിയിൽ, അല്ലെങ്കിൽ മരത്തിന് കീഴെ, ആ രീതിയിലൊക്കെ പറയും. അപ്പോൾ നമ്മൾ ട്രീക്ക് ഒന്നും കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. മരത്തിന്റെ അടിയിൽ, ഓഫ് ദ ട്രീ. മരത്തിന്റെ ഓഫ് ദ ട്രീ അങ്ങനെയൊന്നും പറയണ്ട. നമുക്കറിയാം, ഈ വാചകങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ അർത്ഥം കൂടുതൽ വ്യക്തമാകുക. അല്ലെങ്കിൽ നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാകും. ഈ സാറ്റ് അണ്ടർ എ ട്രീ, ഞങ്ങൾ ഒരു മരത്തിനടിയിൽ ഇരുന്നു. ഇവിടെയും നമുക്ക് സബ്ജക്റ്റ് ഒക്കെ മാറ്റി വയ്ക്കാം. ഹി സാറ്റ് അണ്ടർ എ ട്രീ. അവൻ ഒരു മരത്തിനടിയിൽ ഇരുന്നു. ദേ സാറ്റ് അണ്ടർ എ ട്രീ. അവർ ഒരു മരത്തിന്റെ അടിയിൽ ഇരുന്നു, അല്ലെങ്കിൽ ഒരു മരത്തിന് കീഴെ ഇരുന്നു, അല്ലെങ്കിൽ ഒരു മരത്തിന് താഴെ ഇരുന്നു. ആ രീതിയിലൊക്കെ പറയാം. ഷുഡ് വെച്ച് പറയാം. വി ഷുഡ് സിറ്റ് അണ്ടർ എ ട്രീ. നമ്മളൊരു മരത്തിനടിയിൽ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു മരത്തിന് കീഴെ ഇരിക്കണം. ആ രീതിയിൽ പറയാം. ഇതുപോലുള്ള മറ്റു വാചകങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊക്കെ നോക്കണേ. I kept my keys under the pillow. I kept my keys. ഞാൻ എൻ്റെ താക്കോലുകൾ വെച്ചു. എവിടെ? Under the pillow. തലയണയ്ക്ക് താഴെ. Under the pillow. I kept my keys under the pillow. ഈ രീതിയിലുള്ള വാചകങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. നമ്മൾ ഒത്തിരി ടെൻസുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അവയൊക്കെ ഉപയോഗിക്കാൻ ഇവിടെ ശ്രദ്ധിക്കുക. ഇങ്ങനെ പ്രാക്ടീസ് വഴി നമുക്ക് ഈ വാക്കിന്റെ ഉപയോഗം കൂടുതൽ വ്യക്തമാകും. അണ്ടർ മറ്റു രീതിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ പ്രധാന ഉപയോഗം ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ കൂടുതലും ആവശ്യം വരുന്ന കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മറ്റു ഉപയോഗങ്ങളൊക്കെ പിന്നീട് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഓർക്കണം, ഈ രീതിയിലാണ് കൂടുതലും ഈ വാക്ക് അണ്ടർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ആദ്യം മലയാളം പറയും, അതിന്റെ ഇംഗ്ലീഷ് രണ്ടാമത് പറയണം. രണ്ടുപേർ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. തെറ്റ് വരുമ്പോൾ തിരുത്താൻ പറ്റും, ബോറടിക്കുകയില്ല.
അപ്പോൾ ഒരാള് നായ മേശയുടെ താഴെയാണ്, മറ്റേയാള് ദ ഡോഗ് ഈസ് അണ്ടർ ദ ടേബിൾ. ആ രീതിയിൽ 10 പ്രാവശ്യമെങ്കിലും ആവർത്തിക്കുക. ഇനി ഇതിന്റെ സബ്ജക്റ്റ് മാറ്റുക, നേരത്തെ പറഞ്ഞ പോലെ വേർബ് മാറ്റുക. അതുപോലെ ഈ വാചകവും പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ സബ്ജക്റ്റ് മാറ്റണം. ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ട് വേണം അടുത്ത വാചകം ഉണ്ടാക്കി പറയാൻ. ഓക്കെ, ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം. ഈ 4 ഫോംസ് അറിഞ്ഞിരിക്കണം. ഈ വെർബ് നമുക്കറിയാം, സിറ്റ്, സാറ്റ്, സാറ്റ് പഠിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്ന ഈ രീതിയിലാണ് സിറ്റ് എന്ന വാക്കിന്റെ ഫോംസ്. സിറ്റ്, സിറ്റ്, ഇവിടെ സിറ്റ്സും വരും, സാറ്റ്, സാറ്റ്. ഓക്കെ, പുതിയ വെർബ്സും പഠിക്കുക. അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥം, ഉച്ചാരണമൊക്കെ പഠിക്കണം. എപ്പോഴും ഓർക്കുക, എത്രത്തോളം വാക്കുകൾ നമുക്ക് അറിയാവുന്നോ അത്രയ്ക്ക് ആത്മവിശ്വാസം നമുക്കുണ്ടാകും. ഒഴുക്കോടെ, ധൈര്യത്തോടെ ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി.
ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 15ാമത്തെ ലിസ്റ്റ് ആണ്. വെർബുകളിലെ ഫോംസിൽ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം. കാരണം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 ഫോം അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. മറ്റൊന്നുള്ളത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷിൽ. ഒരു വെർബ് ബി ഒഴിച്ച് നമ്മൾ നേരത്തെ കണ്ടു. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്. മറ്റൊന്ന് പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. സാധാരണ എസ് എന്ന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് സിംഗുലർ ആകുന്നത്. ലിസ്റ്റിൽ ആദ്യം കാണുക പ്രസന്റ് ഫോമിൽ ആദ്യം കാണുന്നത് പ്ലൂറലാണ്, രണ്ടാമത്തേതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. തുടങ്ങാം. ലൈ, ലേ, ലേൻ, സീ, സോ, സീൻ, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ, സ്റ്റീൽ, സ്റ്റോൾ, സ്റ്റോളൻ, where, wore, worn, ride, rode, written. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് 3 രീതിയിലാണ് അല്ലെ. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. ഇനി അടുത്തുള്ള ഇനിയുള്ള വെർബ്സ് ഒക്കെ നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. ഓക്കെ, നമുക്ക് കാണാം. afford, afforded, afforded, annoy, annoyed, annoyed, attach, attached, attached, alert, alerted, alerted, upload, uploaded, uploaded, attend, attended, attended, cow, cowed, cowed, cause, caused, caused, check, checked, checked, cuff, cuffed, cuffed, dare, dared, dared, depend, depended, depended, expand, expanded, expanded, fade, faded, faded, fetch, fetched, fetched, float, floated, floated, fix, fixed, fixed, guard, guarded, guarded, identify, identified, identified, interrupt, interrupted, interrupted, introduce, introduced, introduced, knit, knit, knit. അത് knitted എന്നും കൂടിയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൾട്ടിപ്ലൈ, മൾട്ടിപ്ലൈഡ്, മൾട്ടിപ്ലൈഡ്. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകൾ ലിസ്റ്റിൽ പെട്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിലതിലൊക്കെ സിംഗുലർ ആകുമ്പോൾ വെറുതെ എസ് ആയിരിക്കില്ല, സ്പെല്ലിങ്ങിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പൊ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.